നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കായൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് എത്രയായിരുന്നു, അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്ക് എത്ര അലോക്കേഷൻ ഉണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ അലോക്കേഷൻ എങ്ങനെയായിരുന്നു, ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഗവേണേഴ്സ് പ്രൊവിൻസിന് എത്ര സീറ്റായിരുന്നു, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിന് എത്ര സീറ്റായിരുന്നു, ഇലക്ഷൻസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്, റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെക്കൻഡ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതായത് 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടുകൂടിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആക്റ്റീവായി അതിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്കായി പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്ന നിയമം കൂടിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്ന് പറയുമ്പോൾ അതേസമയം തന്നെ വേദനാജനകമായ പാർട്ടീഷനിലൂടെയും വിഭജനത്തിലൂടെയും നമ്മൾ കടന്നുപോയിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, അതായത് ഇന്ത്യക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയെ വിഭജിക്കുന്നതോടുകൂടി അതുവരെ ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാതിരുന്ന നാട്ടുരാജ്യങ്ങൾ ഗ്രാജ്വലി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പാർട്ടിസിപ്പൻസായി വന്നു തുടങ്ങി. അതുകൂടാതെ ഇന്ത്യ വിഭജിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗ് മെമ്പേഴ്സ് അവരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ നടപടിക്രമങ്ങളിൽ ഗ്രാജ്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇത് കൂടാതെ നമുക്കറിയാം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളുടെ രാജ്യം വിഭജിക്കപ്പെടുന്നു, നമ്മളുടെ രാജ്യം സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇന്ത്യ ഇൻഡിപെൻഡൻ്റായി പ്രഖ്യാപിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്കായി ഭരണഘടന നിർമ്മാണ ചുമതല നിർവഹിച്ചിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻഡിപെൻഡൻ്റായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഡിക്ലെയർഡ് സോവറിൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സോവറിൻ ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഇന്ത്യക്ക് വേണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാം. ഇറ്റ് മേ അഡോപ്റ്റ്, ഇറ്റ് മേ ഫ്രെയിം ആൻഡ് അഡോപ്റ്റ് എനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, എത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും ഫ്രെയിം ചെയ്യാം. അത് മാത്രമല്ല, ബ്രിട്ടീഷ് പാർലമെൻറ്റ് അതുവരെ പാസ്സാക്കിയിട്ടുള്ള ഏത് നിയമത്തിൽ എന്ത് മാറ്റം വേണമെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൊണ്ടുവരിക കൂടി ചെയ്യാം. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഡിക്ലെയർഡ് സോവറിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ സാഹചര്യവുമായി കമ്പയർ ചെയ്ത് രണ്ടാമത്തെ ചേഞ്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻ്റ് ഉണ്ടല്ലേ, ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റും ഉണ്ട്. നമ്മൾക്കൊരു ഫണ്ടമെൻ്റൽ ലോ ഉണ്ട്, ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അന്ന്, അതായത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നതിന് മുൻപ് വരെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നു അല്ലേ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താ ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യും. അപ്പോൾ സാധാരണ നിയമങ്ങൾ ആരാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നത് വരെ സാധാരണ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ് ഓർഡിനറി ലോസ്, സാധാരണ നിയമങ്ങൾ, ഓർഡിനറി ലോസ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ
1947 ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുന്നതോടുകൂടി ബ്രിട്ടീഷുകാർ പോവുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇനി അങ്ങോട്ട് ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ കൂടി ഇനി ആര് ചെയ്യണം? ആ ഫംഗ്ഷൻ കൂടി ഇനി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പെർഫോം ചെയ്യണം. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ കൂടി കിട്ടി. ഒന്ന്, ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഒരേ സമയം കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയും വേണം, സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുകയും വേണം. ഈ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്ന ഫംഗ്ഷൻ കൂടി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് കിട്ടിയത് കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ദ ഫസ്റ്റ് പാർലമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അഥവാ ഡൊമിനിയൻ പാർലമെൻറ്റ്, പുത്രിക രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, ഡൊമിനിയൻ പാർലമെൻറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ ഒത്തുചേരുമ്പോൾ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കീഴിലായിരിക്കും. പക്ഷേ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒത്തുചേരുമ്പോൾ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിലായിരിക്കില്ല. ദാറ്റ് വിൽ ബി അണ്ടർ GV മാവ്ലങ്കർ. ആൻഡ് GV മാവ്ലങ്കർ അറിയപ്പെടുന്നത് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നാണ്. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അതായത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാകുന്നതോടുകൂടി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്താൽ മാത്രം പോരാ, അതേസമയം തന്നെ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുക കൂടി വേണം. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഒരു ലെജിസ്ലേറ്റീവ് ബോഡി കൂടിയായിട്ട് മാറി. കോൺസ്റ്റിറ്റ്യുവൻ്റ് ബോഡി കൂടി മാത്രമല്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ബോഡി മാത്രമല്ല, ഒരു ലെജിസ്ലേറ്റീവ് ബോഡി കൂടിയായി മാറി. ആൻഡ് അഫ്കോഴ്സ് നമ്മുടെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത്തിൽ കുറവ് വരും അല്ലേ. അപ്പോൾ അതുവരെ 389 ആയിരുന്നു സ്ട്രെങ്ത്ത്. ആ സ്ട്രെങ്ത്ത് എത്രയായി മാറി? 299 ആയി മാറി. കാരണം എന്താണ്? രാജ്യം വെട്ടിമുറിക്കപ്പെടുകയാണ്, വിഭജിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത്തിൽ കുറവ് വരും. അങ്ങനെ 389 299 ആയി കുറഞ്ഞു. നൗ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തെല്ലാമാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ്. ഇത് കൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പെർഫോം ചെയ്തിട്ടുള്ള മറ്റ് ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ബ്രിട്ടീഷ് കോളനികളുടെ ഒരു അസോസിയേഷനാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഈ കോമൺവെൽത്തിൽ മെമ്പറായി തുടരാം എന്ന തീരുമാനമെടുക്കുന്നത് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയാണ്. 1949 മെയ് മാസത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. കാര്യം, ഇന്ത്യ പോലുള്ളൊരു രാജ്യം സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ഒരു കൺസേൺ ആണ്, ദെൻ പോവേർട്ടി മറ്റൊരു കൺസേൺ ആണ്, അൺഎംപ്ലോയ്മെൻറ്റ് മറ്റൊരു കൺസേൺ ആണ് അല്ലേ. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോസിബിൾ കോപ്പറേഷൻ വേണം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് കോളനികളുടെ അസോസിയേഷനായ കോമൺവെൽത്തിൽ അംഗമായി തുടരാം എന്ന് ഭരണഘടനാ നിർമ്മാണ സഭ തീരുമാനിക്കുന്നത്. രണ്ടാമത്തേത്, നമ്മളുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യുന്നതും ജൂലൈ 22, 1947 കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയാണ് ഈ ഫംഗ്ഷനും പെർഫോം ചെയ്യുന്നത്. ഇതുകൂടാതെ ദേശീയ ഗാനം, ദേശീയ ഗീതം, ആദ്യത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നേരത്തെ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ആജീവനാന്ത അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ചൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രസിഡൻ്റായി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ അവസാനത്തെ സമ്മേളനം നടക്കുന്നതും ഒരേ ഡേറ്റിലാണ്. ദാറ്റ് ഇസ് 24 ജാനുവരി 1950. ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ടോട്ടലി എത്ര സമ്മേളനം നടന്നു എന്ന് ചോദിച്ചാൽ 11 സമ്മേളനമാണ്. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ഡ്യൂറേഷൻ ചോദിച്ചാൽ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. ചില ഡോക്യുമെൻറ്റ്സിൽ 17 ദിവസം എന്ന് കാണാം. തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇറ്റ് ഇസ് 2 years 11 months and 18 days. 64 ലക്ഷം രൂപ ചെലവാക്കിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പ്രധാനമായും
UPSC PSC പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കമ്മിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭ വളരെ എഫിഷ്യൻ്റായി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികളായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ കമ്മിറ്റികൾ ഏതെല്ലാമാണ് എന്ന് കൃത്യമായി ഓർത്തിരിക്കണം. കമ്മിറ്റികൾ ഏതെല്ലാമാണ് എന്ന് ഓർത്തിരിക്കുന്നതോടൊപ്പം തന്നെ കമ്മിറ്റിയുടെ ഹെഡ് ആരെല്ലാമാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അതായത് ചെയർമാൻ ഓഫ് ദീസ് കമ്മിറ്റീസ് ആരെല്ലാമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഞാൻ ഓരോ കമ്മിറ്റീസും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കിത് പഠിച്ചു വയ്ക്കാം. കാര്യം ഈ കമ്മിറ്റീസ് സ്വാഭാവികമായും പ്രിലിംസ് പരീക്ഷയ്ക്കാണ് ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യത. പ്രിലിംസ് പരീക്ഷയ്ക്ക് PSC ആണെങ്കിലും UPSC ആണെങ്കിലും ചോദിക്കാൻ പോകുന്നത് താഴെ പറയുന്ന ആരാണ് ഈ പെർട്ടിക്കുലർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി. അതായത് താഴെ തരുന്ന ഓപ്ഷൻസിൽ നിന്ന് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിൻ്റെ എല്ലാ കമ്മിറ്റീസിൻ്റെയും അതുപോലെ ആ കമ്മിറ്റീസിൻ്റെ ചെയർപേഴ്സൺസിൻ്റെയും പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഓഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കുന്ന കമ്മിറ്റി, കരട് തയ്യാറാക്കുന്ന കമ്മിറ്റി, ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന കമ്മിറ്റി. ആൻഡ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ, ദ ഗ്രേറ്റസ്റ്റ് ജീനിയസ് എവർ ബോൺ ഇൻ ഇന്ത്യ, അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അവരോധിക്കപ്പെട്ടത്. അദ്ദേഹത്തെ കൂടാതെ N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുല്ല, N. മാധവ് റാവു, TT കൃഷ്ണമാചാരി എന്നിവരടങ്ങുന്ന 7 അംഗ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെ 6ാമത്തെയും 7ാമത്തെയും പേരൊന്ന് ശ്രദ്ധിക്കുക. N. മാധവ് റാവു റിപ്ലേസ്ഡ് BL മിറ്റർ. തുടക്കത്തിൽ BL മിറ്റർ ആയിരുന്നു, പക്ഷേ BL മിറ്ററിനെ റിപ്ലേസ് ചെയ്ത് N. മാധവ് റാവു വരുന്നു. DP ഖെയ്താനെ റിപ്ലേസ് ചെയ്താണ് TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമാവുന്നത്. എഗെയിൻ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് യു ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദി മെമ്പേഴ്സ് ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആൻഡ് ഫൈനലി നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 റീഡിങ്ങും പൂർത്തിയാക്കി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തീരുമാനിക്കുന്ന ദിവസം, ദാറ്റ് ഇസ് 26th November of 1949, the date of enactment of the constitution or the date of adoption of the constitution. സിമിലർ ആണ്, ഇറ്റ് ഇസ് 26th November 1949. ആൻഡ് ഈ ഡേറ്റ് ആണ് നമ്മളുടെ പ്രിയാമ്പിളിൽ കാണുന്ന ഏക ഡേറ്റ്. ദ സിംഗിൾ ഡേറ്റ് ദാറ്റ് യു സീ ഇൻ ദ പ്രിയാമ്പിൾ of the Indian Constitution is 26th November of 1949. പക്ഷേ 1949 November 26 എല്ലാ പ്രൊവിഷൻസും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പ്രൊവിഷൻസും ഒന്നും നിലവിൽ വന്നില്ല. സിറ്റിസൺഷിപ്പ് അടക്കമുള്ള ചില പ്രൊവിഷൻസ് മാത്രമാണ് നിലവിൽ വന്നത്. സമ്പൂർണ്ണമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ഡോക്യുമെൻ്റ് നിലവിൽ വരുന്നത് 1950 Jan 26 ആൻഡ് ദിസ് ഡേറ്റ് ഇസ് നോൺ ആസ് ദി എൻഫോഴ്സ്മെൻറ്റ് ഓർ commencement date of the Constitution of India. So thereby Constitution of India has got enforced completely, and ini angotte we need to learn about the features of the Indian Constitution, the salient features of the Indian Constitution. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. വി ആർ ഓപ്പൺ ഫോർ ഓൾ യുവർ സജഷൻസ്. നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ യൂട്യൂബ് വീഡിയോസിൻ്റെ, യൂട്യൂബ് ലെക്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നിങ്ങളത് രേഖപ്പെടുത്തും എന്ന് വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ പറയുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.